നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം നിങ്ങളുടെ വീടിന്റെ താക്കോല് എവിടെയും തന്നെ കാണുന്നില്ല. നിങ്ങൾ വീട് മുഴുവൻ തിരഞ്ഞു നോക്കി. കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ആ താക്കോല് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന്. ഇവിടെ താക്കോല് നഷ്ടപ്പെട്ടതല്ല, താക്കോല് നിങ്ങൾ എവിടെയാണ് വെച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റിയില്ല. ഇത് തന്നെയാണ് പലപ്പോഴും പഠനത്തിലും സംഭവിക്കുന്നത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ വായിച്ചത് കൊണ്ടോ കുറേ സമയം ചെലവഴിച്ചത് കൊണ്ടോ നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റീകാൾ ചെയ്യാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ പഠിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ പഠിക്കുന്നത് റിട്രീവൽ പ്രാക്ടീസിലൂടെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് റീകാൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അത് പഠിക്കുന്നതിന് പകരം നിങ്ങൾ ബുക്ക് അടച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ ബുക്ക് തുറന്ന് നിങ്ങൾ എഴുതി വെച്ചതും ബുക്കിലുള്ളതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും നിങ്ങൾ വെറുതെ വായിച്ചതാണോ അതോ ഈ കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ റിട്രീവൽ ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ പഠനത്തിൽ വലിയൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ പഠനത്തെയും ബ്രെയിനെയും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്